സൂപ്പറാണ്. ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. ക്ലൈമാക്സിൽ ചേസിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. തേർഡ് പാർട്ടിന്റെ ട്രെയിലർ കാണിക്കുന്നുണ്ട് അവസാനം. നല്ല രസമാണ് ട്രെയിലർ കണ്ടിട്ട്. ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം കൊള്ളാം. ഇപ്പോഴത്തെ സ്റ്റൈലിൽ എടുത്തേക്കണ പടം നല്ല പടം, സൂപ്പർ പടം. കാണാം. 3 ലീഡ് നല്ല പടം. സൂപ്പറാണ്. തേർഡ് പാർട്ടിന്റെ ട്രെയിലർ കാണിക്കുന്നുണ്ട് അവസാനം. നല്ല രസമാണ് ട്രെയിലർ കണ്ടിട്ട്. സിനിമ നല്ല തന്നെയാണ്. കാരണം ഇന്ത്യൻ എല്ലാവരും നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഈ ടി വിയിലും ഇതിലേക്കാണ് ഇന്ത്യൻ 1 കാണാൻ പറ്റുള്ളൂ. കാരണം അപ്പോൾ ഇന്ത്യൻ 2 പടം വരുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണണമെന്നുള്ളതുകൊണ്ട് FDFS വന്നവരാണ്. ഇന്ത്യൻ 1 എന്താണോ പുട്ട് ഫോർവേഡ് ചെയ്ത ആ ഒരു കൺസെപ്റ്റ് അത് തന്നെയാണ് ഇന്ത്യൻ 2 സേനാപതി ഫൈറ്റ് അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. അത് ഇനിയും തുടരും എന്നുള്ള രീതിക്ക് ഇന്ത്യൻ 3യുടെ കുറേ ഇത് വരുന്നുണ്ട്. കുറച്ചും കൂടി നല്ലൊരു ഒരു വിഷ്വലൈസേഷൻ വരാൻ പോകുന്ന ഇന്ത്യൻ 3യിലാണെന്നുള്ള രീതിക്കാണ് പടം പ്രതീക്ഷ നൽകിക്കൊണ്ട് അവസാനിക്കുന്നത്. വളരെയധികം ഇപ്പോഴത്തെ കാലത്ത് റെലവൻസ് ഉള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഒന്നിനുമില്ല പടം. ഏവർക്കൊക്കെ ഓക്കെയാണ്, അതൊക്കെ പക്കയായിട്ട് ആയിട്ടുണ്ട്. പക്ഷെ പടം ഒന്നിനുമില്ല. ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റൊക്കെ കാണിച്ചു, നല്ല രസമുണ്ടായിരുന്നു. ചിലപ്പോൾ 3 അടിപൊളിയാവും. കൂടുതലും ഇപ്പം ഈ കണ്ട സിനിമയിൽ ഇന്നത്തെ പടത്തിൽ സെക്കൻഡ് പാർട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് പാർട്ട് ഒരു എവിടേക്കും ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പാർട്ടാണ്. പിന്നെ നമ്മ ആ പഴയ ഇന്ത്യൻ ഫസ്റ്റിൻ്റെ ആ ഒരു പ്രതീക്ഷയെല്ലാം വന്ന്, പക്ഷെ അത്രത്തോളം ഈ പടം എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എനിക്ക് കൂടുതലും ബെറ്ററായിട്ട് തോന്നിയത് ഇൻ്റർവെല്ലിന് ശേഷമുള്ളത്. പിന്നെ നെടുമുടി സാറുവിൻ്റെ ഒക്കെ ആ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്തില്ല. കറക്റ്റ് റിയലായിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ഫേസും എല്ലാം തോന്നിയത്. ഒരു ഡൂപ്പിനെ വെച്ച് ചെയ്യുന്ന പോലെയൊന്നും തോന്നിയില്ല. ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം കൊള്ളാം. ഇപ്പോഴത്തെ സ്റ്റൈലിൽ എടുത്തേക്കണ പടം. കമൽഹാസൻ്റെ ഫൈറ്റൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റുകളാണ്. എല്ലാം കൊള്ളാം. നല്ല രസം കണ്ടിരിക്കാം. എന്തോ പ്രഷർക്ക് കണ്ടിരിക്കാം എന്ന് വെച്ചാൽ അത്ര നല്ല ഇതല്ല. എന്നാലും പടം നല്ല പടം കണ്ടിരിക്കാം. കാണാം. കമൽഹാസൻ സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഫൈറ്റൊക്കെ നല്ല സൂപ്പറാണ്. ആ സീനൊക്കെ നമുക്ക് നെടുമുടി സാറിനൊക്കെ നമുക്ക് ഒരു ഫീലല്ലേ പുള്ളിനെ കാണുമ്പോഴത്തേക്കും. അത് നല്ലതായിട്ട് എല്ലാവരും കൊള്ളാം. സിദ്ധാർത്ഥ് നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൊള്ളാം നന്നായിട്ട്. ഇന്ത്യൻ 3 ഇന്ത്യൻ 3 2015 അധികം താമസിക്കാതെ വരികയാണെങ്കിൽ നന്നായിരുന്നു. എന്തായാലും കാണാനുള്ളൊരു ആകാംക്ഷ ഇരിക്കുന്നു. അതെപ്പോഴും 1 തന്നെയാണ്. കാരണം ആ ഒരു കണ്ടന്റ് ഓൾറെഡി അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും പിന്നെ അതേ കണ്ടന്റ് തന്നെ രണ്ടാമത് വരുമ്പോഴും ഇപ്പോൾ ഏതൊരു സിനിമയാണെങ്കിലും സെക്കൻഡ് പാർട്ട് വരണമെങ്കിൽ അത്രയും നന്നായാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് അത് കാണുമ്പോൾ അത് തന്നെയാണ് എനിക്കിപ്പോഴും നന്നായിട്ട് തോന്നുന്നത്. ഇല്ലില്ല, റിസൾട്ടൊന്നും അത്രയും ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ ഇന്ത്യൻ 3ക്ക് വേണ്ടിയിട്ട് നോക്കാം. 3 കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിപ്പോൾ എങ്ങനെ വരാമെന്ന് നമുക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ട്രെയിലറിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അത് മിക്കതും വരുന്നുണ്ടാവുമെന്നാണ് പറയണത്. അപ്പോൾ കമൽഹാസൻ ഇന്ത്യൻ 3യുടെ സ്ക്രിപ്റ്റ് കൂടി കേട്ടിട്ടാണ് ഇന്ത്യൻ 2 ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു. ഇന്ത്യൻ 3യുടെ സ്ക്രിപ്റ്റ് നല്ലതാണെന്ന് മൂപ്പര് പറയുന്നുണ്ട്. നമുക്കത് കണ്ടുനോക്കിയാൽ അറിയാം. പടം ഓക്കെയാണ്. ബോറൊന്നും പറയാനില്ല. 3 മണിക്കൂറോളം ഓടുന്നുണ്ട്. 3 മണിക്കൂറും ലാഗൊന്നുമില്ല. ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. ക്ലൈമാക്സിൽ ചേസിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കമലിന് ആക്ടിങ് സ്കോപ്പില്ല ഈ സിനിമയിൽ. 28 ഇയേഴ്സ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ആ പ്ലോട്ട് വിട്ടിട്ട് ഇവർക്ക് ഈ കഥ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ 3ക്കുള്ള ലീഡ് ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഓടുന്നുണ്ട്. അതിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ 3 ഒരു 2025 വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല സിനിമ ആയിരിക്കുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇന്ത്യൻ 1നായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ 1 നമുക്കൊരു പറയുകയാണെങ്കിൽ പലരും ജനിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ യൂട്യൂബ് എടുക്കുന്ന ആരായാലും ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ഇപ്പം ഇല്ല. കണ്ടു വേറെ ഈ ഇന്ത്യൻ 2ൻ്റെ തന്നെ വേറെ ഒരു ലെവലാണ് ഇന്ത്യൻ 3യുടെ ട്രെയിലർ കണ്ടപ്പോൾ. കമലിൽ ഒരു യങ് കമലിനെയൊക്കെ നമ്മൾ കണ്ടു. അത് നൈസ് ആവും തോന്നുന്നു കുറച്ചും കൂടെ. പേഴ്സണലി ഒരു 100% സാറ്റിസ്ഫൈഡ് അല്ല. 100 ഒരു 70% പോലും നമ്മളൊരു ഹാപ്പി അല്ല. ഞാൻ മാത്രമല്ല, തിയേറ്ററിൽ വന്ന ആളുകൾ നെഗറ്റീവ് റിവ്യൂ അല്ല, അത് വീണ്ടും പറയാണ്. നമ്മളൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ശങ്കർ തിരിച്ചു വരും, എന്തിനു ശേഷമൊക്കെ വരും എന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ കേരളത്തിലുള്ള ഏറ്റവും ഒരു പ്രമുഖ തിയേറ്ററിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പം ആ ഒരു ഫാൻസിൻ്റെ കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിക്ക് വന്നത്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അത്രേ ഉള്ളൂ. ടെക്നിക്കലി ഓക്കെയാണ്. വമ്പൻ
ബഡ്ജറ്റാണ് സിനിമയ്ക്ക്. ഓരോ സീനിലും അത്ര അവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു വികാരം നമുക്ക് കിട്ടിയിട്ടില്ല.